ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇന്നും ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോവുകയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അങ്ങനെയൊന്നല്ല കേട്ടോ. ഇത് നമ്മൾ അമ്മയും അച്ഛനും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇഷയൊക്കെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. കോയമ്പത്തൂരുള്ള ഇഷ അത് കണ്ടിട്ടില്ല. അപ്പോൾ കുറേ ആയി പറയണു. അപ്പോൾ ഇന്ന് പോവാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഒരാഗ്രഹം, അതിനു വേണ്ടി പോവാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ പോകണമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞതുകൊണ്ട് പോവുകയാണ് കേട്ടോ, എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അച്ഛനും അമ്മയും ഇന്നലെ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് പോകണമെന്ന് വെച്ചാൽ ഞാനും ഏട്ടനും മോള് പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡ് പിന്നെ അമ്മ അച്ഛൻ, അങ്ങനെയാണ് പോണത് കേട്ടോ. അപ്പോൾ ഇതാ മോള് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനും റെഡിയാവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് വന്നിട്ട് പുതിയതാണ് കേട്ടോ, സാരി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്ലൗസ് ആണെങ്കിൽ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. സാരി വേറെ, ബ്ലൗസ് സെപ്പറേറ്റ് അങ്ങനെ വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ ഡ്രസ്സ്. എന്തായാലും ഈ സാരിക്ക് വന്നിട്ട് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത് വന്നിട്ട് 400 രൂപയുള്ളൂ കേട്ടോ. സാരിക്ക് 400 പിന്നെ ബ്ലൗസിന് 250 കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ചീപ്പ് റേറ്റ് ആണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സാരി. അപ്പോൾ നമ്മളിതാ റെഡി ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വാതിലൊക്കെ അടച്ചു. നമ്മൾ സൺഡേ ഉച്ചയ്ക്കാണ് പോണത് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 1 മണി സമയമാണ് കേട്ടോ നമ്മൾ ഇറങ്ങണേ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതാ റെഡിയായി ഞാനും ഏട്ടനും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ അവർ അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ അവർ വേറെ കാറിൽ വരും. അപ്പോൾ നമ്മളിതിൽ പോകും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് നമ്മൾ പോണത്. മഴയായിരുന്നു കേട്ടോ, ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു. ഇനിയിപ്പോൾ അവിടെ പോകുമ്പോൾ മഴയുണ്ടോ എന്തോന്നൊന്നും അറിയില്ല. അങ്ങനെ ആലോചിച്ചിട്ടാണ് പോണത് കേട്ടോ. പക്ഷെ അവിടെ മഴ പോണ സമയത്ത് ഉണ്ടായിരുന്നില്ല, പിന്നെ വരുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇറങ്ങി ഇഷ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചിറ്റൂർ എത്തി കേട്ടോ. ചിറ്റൂർ നമ്മുടെ പുതുനാരത്തിൽ നിന്ന് ഒരു അരമണിക്കൂർ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിറ്റൂർ എത്തി. പിന്നെ ഇതാ നമ്മൾ കോയമ്പത്തൂർ എത്തി. ഇപ്പോൾ അവിടെ നല്ല മഴയാണ് കേട്ടോ. ഇത് പോണ വഴി ഹൈവേയിലുള്ള കാഴ്ചയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ പൂക്കളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ്. സൂപ്പറായിട്ടുണ്ടായിരുന്നു. കോയമ്പത്തൂർ ഹൈവേ ആണ്. അതിനെ പോവാൻ നല്ല രസമായിരുന്നു കേട്ടോ. എന്ത് രസമാണെന്ന് അറിയാതെ നോക്കാൻ തന്നെ. കണ്ടില്ലേ, സെൻറ്ററിൽ വന്നിട്ട് പൂക്കളൊക്കെ വിടർന്ന് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങളിതാ അവിടെ ഇഷായോഗ എത്തിയിട്ടോ. ഭാഗ്യത്തിന് അവിടെ പോകുമ്പോൾ മഴയുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ മഴ പെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു സമാധാനമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ഇതാ അവിടെ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഫ്രണ്ട് എൻട്രി അല്ല കേട്ടോ, നമ്മൾ വന്ന ബാക്ക് സൈഡിൽ കൂടിയായിരുന്നു വന്നത്. ഫ്രണ്ടിൽ നല്ല രസമാണ് കേട്ടോ കാണാൻ. അതൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നമ്മൾ ബാക്ക് സൈഡിൽ കൂടിയാണ് വന്നത് കേട്ടോ. അങ്ങനെ അതാ നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അമ്മയും അച്ഛനും ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ലൈറ്റ് 7:20 7:15 സമയത്ത് അവിടെ ലൈറ്റിംഗ് ഉണ്ട് കേട്ടോ. ശിവനിൽ അങ്ങനെ പല ലൈറ്റുകൾ ഇങ്ങനെ ഞാനത് വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ. 3 പ്രാവശ്യം വന്നിട്ട് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ലേറ്റായി, കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത്. അങ്ങനെ 2 പ്രാവശ്യം ഉണ്ടായി. പക്ഷേ ഇന്നും നമുക്ക് കാണണം വെച്ചിട്ട് വന്നതാണ്. സത്യം പറഞ്ഞാൽ ഇന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴയില്ല, പക്ഷെ നമ്മളിതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് ക്യാൻസലാക്കി കേട്ടോ. പിന്നെ ഇതാ ഞാനും കുഞ്ഞുപെണ്ണും കൂടി കുറേ വീഡിയോസൊക്കെ എടുത്തു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് ഇതാ അച്ഛനാണ് കേട്ടോ. അത് അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു 2 മാസമായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അടുത്ത മാസം ചിലപ്പോൾ അച്ഛൻ ഗൾഫിൽ പോവും. അതാണ് അപ്പോഴേക്കും നമ്മളിങ്ങോട്ട് വന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രസമായിരുന്നു. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് ടൈം കാണുകയല്ലേ, അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾ ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ മെയിനായിട്ട് കാണാനായിട്ട് വന്നത്. മഴ പെയ്തതോടുകൂടി അത് ക്യാൻസലായി. പിന്നെ അതിൻ്റെ മുമ്പ് നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അവിടുന്ന്.
നല്ല രസമായിരുന്നു കേട്ടോ. നല്ല വീഡിയോ എടുക്കാൻ എല്ലാവരും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒരേ തിരക്കാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഞാനും അങ്ങനെ കുറേ വീഡിയോസ് എടുത്തു, ഷോർട്സും എല്ലാം എടുത്തു. പിന്നെ ചെറുതായിട്ട് അങ്ങോട്ട് ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങി, മഴയൊക്കെ നൈസായിട്ട് വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും കോടയൊക്കെ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ചെറിയ പാറ്റിൽ മഴയായിരുന്നു കേട്ടോ അവിടെ, ചെറിയ പാറ്റിൽ മഴയായിരുന്നു. പിന്നെ വൈകുന്തോറും പിന്നെ ഒരു 7 മണി ആയപ്പോഴാണ് ഭയങ്കരമായിട്ട് മഴ വന്നത് കേട്ടോ. ഇപ്പോഴൊന്നും വലിയ മഴയില്ല, നൈസായിട്ടാണ്. അപ്പോൾ കുറച്ച് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോട്ടോ എടുക്കാനൊക്കെ നന്നായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. നിറയെ ഇംഗ്ലീഷുകാരും പല സ്ഥലത്തു നിന്ന് ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അങ്ങോട്ട് അവിടെ അമ്പലം ഉണ്ടല്ലോ, അവിടേക്കും പോയി കേട്ടോ. അവിടെ പോയി പിന്നെ നമ്മൾ ഇങ്ങോട്ട് ലൈറ്റിംഗ് കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ പോയി. പിന്നെ അതിന് ശേഷം ഈശായൊക്കെ പോയി. നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എപ്പോഴും നമ്മൾ ട്രാവലിംഗ് ആണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നുമല്ല കേട്ടോ. കുറേ ആയി നമ്മളിങ്ങനെ യാത്രയൊക്കെ പോയിട്ട് കുറേ ആയിട്ട്. അപ്പോൾ ഗുരുവായൂർക്ക് പോയതെന്ന് വെച്ചാൽ ഏട്ടൻ്റെ മൂത്ത് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും പോകുമ്പോൾ അങ്ങനെ പോയതാണ്. അതും പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് പോയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഷ വന്നതും അതുപോലെ തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല, പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങനെ വന്നായിരുന്നു കേട്ടോ. പിന്നെ അനിയത്തി ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടി ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു, സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് പിന്നെ ഒരേ ഹാപ്പി ആയിരുന്നു കേട്ടോ. അവിടെ അങ്ങനെ കളിക്കാനും നല്ല രസമാണല്ലോ, അങ്ങനെ നടക്കാനും എല്ലാത്തിനും. അവൾ ഭയങ്കര ഉഷാറായിട്ട് അവിടെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ. പക്ഷേ ഈ മഴയാണ് കേട്ടോ എല്ലാം കുളമാക്കിയത് ലാസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടമുണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ പോണത് നല്ല രസമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വരുമ്പോൾ ഷോപ്പ് വന്നിട്ട് ഉച്ച വരെ തുറന്നായിരുന്നു കേട്ടോ. ഉച്ച വരെ തുറന്നുള്ളൂ, പിന്നെ അങ്ങനെ അടച്ചിട്ട് വന്നായിരുന്നു കേട്ടോ.
പിന്നെ നമ്മൾ അവിടുന്ന് കാളവണ്ടിയിൽ ഇത് അവിടെ എത്തിയിട്ടോ. ഇവിടെയാണ് അമ്പലം. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അതവിടെ എല്ലാവരും കൂടി ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ചായ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എല്ലാവർക്കും ചായ കുടിക്കണം എന്ന് തോന്നി. അപ്പോൾ അതവിടെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, നിറയെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്നാക്സും എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ. പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുമ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മോളാണെങ്കിൽ വേറെ എന്തോ ഒരു സംഭവം വാങ്ങിച്ചിട്ടോ, അതിൻ്റെ പേരെന്തോ ബേൽപൂരിയോ അങ്ങനെ എന്തോ ഒരു സംഭവം കേട്ടോ. അത് വാങ്ങിച്ചു, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഭയങ്കര ഉപ്പായിരുന്നു, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വെറുതെ ഒന്ന് ഞാൻ ടേസ്റ്റ് നോക്കിയതാണ്, ഇത്തിരി ഉപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചില്ല, കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ അതങ്ങനെ മോൾക്ക് കൊടുത്തു കേട്ടോ. പിന്നെ അതാ കുഞ്ഞിപ്പെണ്ണും അമ്മയും അച്ഛനും കൂടി ഇതാ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഒരു ഫോട്ടോ ഒക്കെ ചിരിക്കുന്നൊക്കെ ക്യാമറ എടുക്കണ കണ്ടപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അമ്പലത്തിനകത്തൊക്കെ പോയി തൊഴുത് പിന്നെ പുറത്ത് വന്നു കേട്ടോ. ഫോണൊക്കെ അവിടെ വാങ്ങി വെക്കും കേട്ടോ, അതൊന്നും നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ തിരിച്ച് വരുമ്പോൾ നമ്മളിതാ മാങ്ങയൊക്കെ വാങ്ങിച്ചു. മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ടത്, പിന്നെ അരിനെല്ലിക്ക, അതൊക്കെ ഉപ്പും മുളകൊക്കെ ഇട്ടതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നമ്മൾ തിരിച്ചവിടെ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. പക്ഷെ നല്ല മഴയായിരുന്നു, കണ്ടില്ല, എല്ലാവരും കുടയൊക്കെ പിടിച്ചിട്ട്. മഴയാണെങ്കിൽ എല്ലാവരും മഴയത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ. അതങ്ങനെ കണ്ടില്ലേ, ഫുൾ മഴയായിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റും മഴയായിരുന്നു, ചെറിയ മഴയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ലൈറ്റിങ് ഇന്നത്തെ ദിവസം ക്യാൻസലായി കേട്ടോ. നമ്മൾ കുറേ വെയിറ്റ് ചെയ്തതായിരുന്നു, കാണാൻ പറ്റിയില്ല. കണ്ടില്ലേ, മഴയാണ്, നല്ല മഴയാണ്. അതെല്ലാവരും കുട പിടിച്ചിട്ട് ഗ്രൗണ്ട് മൊത്തം ആൾക്കാരാണ് കേട്ടോ. നല്ല മഴയായിരുന്നു. പിന്നെ അത് ക്യാൻസലായി പറഞ്ഞപ്പോൾ നമ്മൾ അപ്പം തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ അവിടുന്ന് പിന്നെ അതാ വണ്ടി എടുത്ത് നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണമല്ലോ, ലേറ്റായി. അപ്പോൾ നമ്മൾ ശരവണ ഭവൻ ഹോട്ടലിലാണ് പോയത് കേട്ടോ, വെജിറ്റേറിയൻ ഹോട്ടലിലാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ പോയ വ്ളോഗായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആണ് കേട്ടോ. ഞാൻ പിന്നെ പൊറോട്ട കഴിച്ചു. മോള് കൊത്തു പൊറോട്ടയല്ല, ചില്ലി പൊറോട്ട പറഞ്ഞിട്ട് കേട്ടോ, അത് വാങ്ങിച്ചു. അച്ഛൻ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. പിന്നെ അനിയത്തിയാണെങ്കിൽ റോസ്റ്റ് മതി പറഞ്ഞു കേട്ടോ.